പ്ലോട്ടിങ്ങിന് വേണ്ടി പാണ്ടാസിലെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് പാണ്ടാസിന് ഇൻബിൽട്ട് ആണ് പ്ലോട്ട്. യു ക്യാൻ പ്ലോട്ട് ഓൺ സീരീസ് ആൻഡ് ഡേറ്റ ഫ്രെയിം ഒബ്ജക്ട്സ്. ഇപ്പോൾ സീരീസ് ആണ്, അല്ല സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോളം, വൺ ഡയമെൻഷനിലാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ ടേബിൾ. രണ്ട് ഒബ്ജക്റ്റിൽ നമുക്ക് പ്ലോട്ട് വിളിക്കാം. അപ്പം സീരീസ് അല്ലെങ്കിൽ ഡേറ്റ ഫ്രെയിമായിട്ട് ഡേറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ കോൾ ദ ഫംഗ്ഷൻ പ്ലോട്ട് ഓൺ ദാറ്റ്. അപ്പം ഏതാണ് ഫിഗർ എന്നനുസരിച്ച് യു ക്യാൻ ടൈപ്പ് പ്ലോട്ട് ഡോട്ട് ദ ടൈപ്പ് ഓഫ് ദ പ്ലോട്ട്. അപ്പം പ്ലോട്ട് ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ പാണ്ടാസ് വിൽ ഷോ ദ ലൈൻ പ്ലോട്ട്. അതാണ് ബൈ ഡിഫോൾട്ട്. അത് ലൈൻ വെച്ചിട്ട് ഡിഫറെന്റ് ഡേറ്റ പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്ലോട്ട് ആയിരിക്കും പാണ്ടാസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലോട്ടിങ്ങിന് വേണ്ടി ദർ ഈസ് അനദർ ലൈബ്രറി കോഡ് മാത്പ്ലോട്ലിബ്. അപ്പം പാണ്ടാസിന്റെ കേസിൽ പാണ്ടാസ് യൂസ് ചെയ്യുന്നത് ശരിക്കും മാത്പ്ലോട്ലിബ് ആണ്. വി വിൽ സീ മാത്പ്ലോട്ലിബ് ഇൻ ദ നെക്സ്റ്റ് വീക്ക്. സോ മാത്പ്ലോട്ലിബ് കുറച്ചുകൂടെ ക്രൂഡ് ആയിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പം അതിലും കൂടെ എളുപ്പമാണ്. പാണ്ടാസിലുള്ള ഡേറ്റ പ്ലോട്ട് ചെയ്യാനാണെങ്കിൽ യു ജസ്റ്റ് കോൾ പ്ലോട്ട് മെത്തേഡ്. അപ്പോൾ പാണ്ടാസിലെ പ്ലോട്ടിങ്ങിന് വേണ്ടി അറിയേണ്ടത് ദർ എക്സിസ്റ്റ് എ മെത്തേഡ് കോൾഡ് പ്ലോട്ട്. സോ ഇൻ ദ കമ്മിങ് ബാക്ക് ടു ദ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡേറ്റ. അപ്പം പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡേറ്റ ആദ്യം റീഡ് ചെയ്യണം. അത് കോമ സെപ്പറേറ്റഡ് CSV ഫയലാണ്, കോമ സെപ്പറേറ്റഡ് വാല്യൂ. അപ്പം ഫയലിന്റെ പേര് AQI.CSV. സോ യു ക്യാൻ റീഡ് ഇറ്റ് വിത്ത് PD.read CSV. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരു ആർഗ്യുമെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പാഴ്സ് ഡേറ്റ് ഈക്വൽ ടു ട്രൂ. അത് ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ് ആണുള്ളത്. അപ്പോൾ അത് ഡേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ. ഡേറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് ദിസ് പാണ്ടാസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് ഫസ്റ്റ് കോളത്തിലുള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും കോളത്തിലുള്ള ഡേറ്റ് ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് ദിസ് ആർഗ്യുമെന്റ് പാഴ്സ് അണ്ടർസ്കോർ ഡേറ്റ്സ് ഈക്വൽ ടു ട്രൂ. അപ്പം ഇത് AQI എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യും. ദിസ് ഈസ് ആക്ച്വലി ഡേറ്റ ഫ്രെയിം. ടേബിൾ ആണ് റീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടേബിളിന്റെ ഫസ്റ്റ് ടേബിൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഈസിയസ്റ്റ് മെത്തേഡ് ഈസ് ടേബിളിലെ ഡേറ്റ കിട്ടാൻ വേണ്ടി യു ക്യാൻ യൂസ് ദ മെത്തേഡ് ഹെഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഹെഡ്. ഡേറ്റ ഫ്രെയിമിന്റെ പേര് ഡോട്ട് ഹെഡ് വിളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രിന്റ് ദ ഫസ്റ്റ് 5 ലൈൻസ്. ടെയിൽ വിളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രിന്റ് ദ ലാസ്റ്റ് 5 ലൈൻസ്. ഹെഡ് ലാസ്റ്റ് ഫസ്റ്റ് 5 ലൈൻസ്, ടെയില് ലാസ്റ്റ് 5 ലൈൻസ് പ്രിന്റ് ചെയ്യും. അപ്പം ടേബിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് 5 ലൈൻസ് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. ദെൻ യു ക്യാൻ ഡയറക്ട്ലി, അപ്പോൾ ഹെഡ് വിളിക്കണമെന്നില്ല, യു ക്യാൻ ഡയറക്ട്ലി ടൈപ്പ് AQI.plot. അപ്പോൾ നമുക്ക് പ്ലോട്ട് വരും. ഈ പ്ലോട്ടിൽ യു ക്യാൻ സീ ദാറ്റ് എക്സ് ആക്സിസിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഡേറ്റ്സ് ആൻഡ് വൈ ആക്സിസിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ പ്ലോട്ട് ചെയ്യുന്നത് ദ പ്ലോട്ട് വിൽ ബി ദെയർ ഫോർ ദ 4 ഡിഫറെൻറ്റ് സിറ്റീസ്. അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്വലൈസേഷൻ യു ക്യാൻ സീ ദാറ്റ് ഡൽഹി ഈസ് ഹാവിങ് ദ വേസ്റ്റ് എയർ ക്വാളിറ്റി ആൻഡ് തിരുവനന്തപുരം ഈസ് ഹാവിങ് ദ ബെസ്റ്റ് എയർ ക്വാളിറ്റി. അപ്പോൾ ഇതിനെ നമ്മൾ ലെജൻഡ് എന്ന് വിളിക്കും. ഓരോ ലൈൻ ഓരോ കളറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് കറസ്പോണ്ട്സ് ടു ഡിഫറെൻറ്റ് സിറ്റീസ്. നമ്മൾ ആണ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പം ഡേറ്റ ഫ്രെയിമിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഡിക്ഷണറിയിൽ ഒരു കീ കൊടുക്കുന്ന പോലെയാണ്. യു ക്യാൻ ഗീവ് ദ നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോളം. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന കോളമാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് വൺ ഈസ് കൊച്ചി. യു ക്യാൻ ടൈപ്പ് AQI of Kochi.plot. അപ്പോൾ അത് മാത്രമായിട്ട് പ്ലോട്ട് ചെയ്യും. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഫ് യു കോൾ AQI.plot ലൈൻ പ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ബോക്സ് പ്ലോട്ട് വേണം. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് പ്ലോട്ട്. ദെൻ അതിനുവേണ്ടി AQI.plot ദെൻ ടൈപ്പ് ഓഫ് പ്ലോട്ട്. പല പ്ലോട്ടിംഗ്, അപ്പം പാണ്ടാസിന്റെ ഡോക്യുമെന്റേഷൻ വായിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലോട്ടിംഗ് എക്സിസ്റ്റ്. അപ്പം അതിൽ വേണമെങ്കിൽ പ്ലോട്ട് ഡോട്ട് ആ ടൈപ്പ് സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പം ഒരു ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതായത് AQI.plot എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ലൈൻ പ്ലോട്ട് ആയിരിക്കും. അപ്പം സെയിം തിങ് ഞാൻ ബോക്സ് പ്ലോട്ട് വെച്ചിട്ടാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് പ്ലോട്ടിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബോക്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബോക്സിന്റെ നടുക്കൊരു വര ഉണ്ടാവും. ദാറ്റ് ഈസ് മീഡിയൻ വാല്യൂ. അപ്പോൾ ഇഫ് യു ടേക്ക് ഡൽഹിയിലെ മീഡിയൻ വാല്യൂ, ഒരു നമ്മുടെ കണ്ട ടൈം പീരീഡിൽ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ പോയിന്റ്, നമ്പേഴ്സ് എല്ലാം കൂടെ സോർട്ടഡ് ഓർഡറിൽ വെച്ചിട്ട് അതിന്റെ മിഡിൽ പോയിന്റിലുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മീഡിയൻ. ഓൾമോസ്റ്റ് ക്ലോസ് ടു 150 ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ദാറ്റ് ഈസ് വെരി ബാഡ്.
അപ്പോൾ നമ്മളത് തിരുവനന്തപുരത്തിൻ്റെ എടുക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. ലെസ് ദാൻ 100 ആണ്, മേ ബി ഒരു 70 ഒക്കെ ആയിട്ട് വരുമായിരിക്കും. അപ്പം ഇതാണ് മീഡിയൻ. ഇതിൻ്റെ ഈ പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ, അതാണ് ബോക്സിന്റെ ബോക്സിന്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 25% ആണ്. അതായത് 25% ഫസ്റ്റ് ബോട്ടം പോർഷനിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്, ആ ലൈനിന് താഴെയായിരിക്കും ഫസ്റ്റ് 25% ഓഫ് ഡേറ്റയും. ഇനി ആ നടുക്കത്തെ ലൈനിന് താഴെയായിരിക്കും 50% ഓഫ് ഡേറ്റയും. അതിന് മുകളിലുള്ള ഹൊറിസോണ്ടൽ ലൈനിന് താഴെയായിരിക്കും നെക്സ്റ്റ് 25 ആണ്. അതായത് 75% ഡേറ്റയും ഈസ് ലെസ് ദാൻ 200 AQI താഴെയാണ്. പിന്നെ ഓഫ് കോവിഡ് കേസസിന്റെ ഡേറ്റയാണ്. Again, the file name is covid_kerala.csv. അത് ഞാൻ CSV ഫയൽ ആയതുകൊണ്ട് I have read it using read_CSV function. Parts dates equal to first column dates ആണ്. So if I run this COVID എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. The data will be like this. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/2020 ആണ്. ദാറ്റ് ഈസ് ദ ഡേ വെൻ ഫസ്റ്റ് കേസ് വാസ് റിപ്പോർട്ടഡ്. 12/2/2020, അതായത് 2 ദിവസം മുൻപ്. ദർ ആർ 6,316 കേസസ്, അത്രയാണ് ഉള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് 5 ലൈൻസ് മതിയെങ്കിൽ യു ക്യാൻ ടൈപ്പ് covid.head. ഹെഡ് വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 ലൈൻസ് വരും. അപ്പോൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലി 5 ഡേയ്സിൽ നമ്പർ ഓഫ് കേസസ് വാസ് വെരി ലെസ്. ഇതിന് ടെയിൽ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് 5 ലൈൻസ് കിട്ടും. അപ്പം കഴിഞ്ഞ വീക്കിൽ ദർ ആർ ഓൾമോസ്റ്റ് 5,000 6,000 കേസസ്. ആ ടേബിളിൽ പെട്ടെന്ന് നോക്കാൻ വേണ്ടി ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ, ദിസ് ഹെഡ് ആൻഡ് ടെയിൽ ഫംഗ്ഷൻ. So there is another method called descriptive statistics. നമ്മൾ കണ്ടാണ്, there is a method called describe. അപ്പം അതിൻ്റെ അകത്ത് describe കൊടുക്കുകയാണെങ്കിൽ you will be getting much more information, statistical information about the data. Like the mean number of cases is 2,276. Then minimum number of cases, ഏതൊക്കെയോ ഡേറ്റ്സിൽ 0 കേസസ് ഉണ്ട്. മാക്സിമം വന്നേക്കുന്നത് 11,755. 50% കേസിലും 50% എന്ന് പറയുന്നത് 756.5 കേസസ് ആണ്. ലൈക്ക് വൈസ് ഇതിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് എന്ന് പറയുന്നത് ഡേറ്റ് വേഴ്സസ് നമ്പർ ഓഫ് കേസസ്. അപ്പം നമ്മൾ പ്ലോട്ട് ചെയ്തപ്പം അത് ഞാൻ covid.plot എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. You can see that the cases has gone up and now it seems to go down. അപ്പം ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടി വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ടേക്ക് ദ ആവറേജ് ഓഫ് ഈച്ച് ഓഫ് ദ 7 days. അപ്പോൾ ആദ്യത്തെ 7 ദിവസത്തിൻ്റെ ആവറേജ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് 7 days ഒരു വിൻഡോ അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ നെക്സ്റ്റ് 7 days അങ്ങനെ ആവറേജ് എടുക്കുകയാണ്. അങ്ങനെയുള്ള ഞാനങ്ങനെ ആവറേജ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഇഫ് യു ടേക്ക് മൺഡേയിൽ കേസ് എപ്പോഴും കുറവായിരിക്കും. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പം അത് ലാബ്സ് വർക്കിംഗ് കുറവാണ്. അപ്പം നമ്പർ ഓഫ് സാമ്പിൾസ് ടെസ്റ്റഡ് കുറവായതുകൊണ്ട് മൺഡേ അത് റിപ്പോർട്ട് ചെയ്യുമ്പം ഒബ്വിയസ്ലി ദ നമ്പർ ഓഫ് കേസസ് ഈസ് ലോ. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റിവിറ്റി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ ഐഡിയ. അപ്പം അത് പ്ലോട്ട് ചെയ്യുമ്പോഴും ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. സോ ബെറ്റർ ടു ടേക്ക് ആവറേജ് ഓഫ് സം 7 or 8 days, അല്ലെങ്കിൽ 5-6, എനിത്തിങ് ഈസ് ഓക്കെ. അപ്പം ഇവിടെ ഞാനൊരു 1 week ആവറേജ് ആണ്, 7 day റോളിംഗ് ആവറേജ്. സോ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ദർ ഈസ് എ മെത്തേഡ് കോൾഡ് നമ്മുടെ ഡേറ്റാ സെറ്റ് ഡോട്ട് റോളിംഗ് ദെൻ വിൻഡോ ഈക്വൽ ടു 7. വിൻഡോ ഈക്വൽ ടു 7 കൊടുക്കുകയാണെങ്കിൽ 7 day എടുക്കും. ദെൻ വിൻഡോ ഈക്വൽ ടു 10 കൊടുക്കുകയാണെങ്കിൽ 10 day എടുക്കും. ദെൻ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ മീൻ. അപ്പോൾ അത് ഡോട്ട് വെച്ചിട്ട് വിളിക്കാം, കോവിഡ് ഡോട്ട് rolling window equal to 7 dot mean. Then I want to add a new column. What I can do is I can write this my data frame of the new column name equal to the data that should be put. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആവറേജ് ആണ് വേണ്ടത്. സോ വാട്ട് ഇറ്റ് ഡസ് ഈസ് ഐ വിൽ ബി ആഡിങ് എ ന്യൂ കോളം ബൈ ദ നെയിം ആവറേജ്. അപ്പോൾ അതിലൊന്ന് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ I can see that there is a new column called average.
ഫസ്റ്റ് 7 ഡേയുടെ ആവറേജ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 ആണ് ആക്ച്വലി, നോട്ട് എ നമ്പർ വരുന്നത്. ഫസ്റ്റ് 7 ഡേയിൽ ആവറേജ് ഇല്ല. അത് കഴിഞ്ഞിട്ട് 8th കോളം തൊട്ടായിരിക്കും ഡേറ്റ ഉണ്ടാവുക. ദാറ്റ് ഈസ് വൈ ഓൾ ദീസ് വാല്യൂസ് ആർ നോട്ട് എ നമ്പർ. അപ്പോൾ ലാസ്റ്റ് നോക്കുവാണെങ്കിൽ 7 ഡേ ആവറേജ് എന്ന് പറയുന്നത് അബൌട്ട് 5187. സോ ഐ വിൽ ബി ട്രൈങ് ടു പ്ലോട്ട് ദിസ് കോവിഡ് ഓഫ് ആവറേജ് ദെൻ ഡോട്ട് പ്ലോട്ട്. അപ്പോൾ ആ കോളം മാത്രം എടുത്തിട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. ദെൻ ഐ വിൽ ബി ഗെറ്റിംഗ് എ ഫിഗർ ലൈക്ക് ദിസ്. സോ അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ കേസ് ഗ്രാഫ് നേരെ മുകളിലോട്ട് വന്നിട്ട് കുറയുവാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ സീരീസ് ടെസ്റ്റിൽ ഒരു ബാച്ചിന്റെ മാർക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്സിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പരും സ്റ്റുഡൻറ്റിൻ്റെ മാർക്സുമാണ്. അപ്പം ഇഫ് ഐ റൺ ദീസ് നോക്കുവാണെങ്കിൽ റോൾ നമ്പറും മാർക്സും ആണ് ഒരു ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ. സോ ഇഫ് ഐ റൺ ദിസ്, അപ്പോൾ ഇത് എനിക്കൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യണം. സോ എനിക്ക് സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഐ നീഡ് ടു പ്ലോട്ട് ദിസ്. സോ അതിൽ ബെറ്റർ, അപ്പോൾ ലൈൻ പ്ലോട്ട് ചെയ്യുന്നതിൽ വലിയൊരു അർത്ഥമില്ല. So in order to know how the students perform, the better idea is to get a histogram. Histogram എന്ന് പറയുന്ന പ്ലോട്ട് ഉണ്ട്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്ലോട്ട്സ് എ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ്. അപ്പം ഇതിൽ മാർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ കോളം. അപ്പം മാർക്കിന്റെ ഫ്രീക്വൻസിയാണ് ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പം ഓരോ സ്റ്റുഡന്റ് ഏതൊക്കെ സ്റ്റുഡന്റ് ഏതൊക്കെ റേഞ്ചിൽ മാർക്ക് മേടിച്ചിട്ടുണ്ട് എന്നുള്ള ഹിസ്റ്റോഗ്രാം പ്ലോട്ടിൽ കിട്ടും. സോ ഐ വിൽ ബി പ്ലോട്ടിങ് ഇറ്റ് വിത്ത് മാർക്സ് ഡോട്ട് പ്ലോട്ട് ഡോട്ട് ഹിസ്റ്റ്. സോ ഞാൻ പറഞ്ഞത് ബോക്സ് പ്ലോട്ട് ആണെങ്കിൽ മാർക്സ് ഡോട്ട് പ്ലോട്ട് ഡോട്ട് ബോക്സ് ആണ് വിളിച്ചത്. ഹിസ്റ്റോഗ്രാം ആയതുകൊണ്ട് ഐ ഹാവ് കോൾ മാർക്സ് ഡോട്ട് പ്ലോട്ട് ഡോട്ട് ഹിസ്റ്റ്. ഇപ്പോൾ സ്കാറ്റർ പ്ലോട്ട് ആണെങ്കിൽ ഐ നീഡ് ടു കോൾ മാർക്സ് ഡോട്ട് പ്ലോട്ട് ഡോട്ട് സ്കാറ്റർ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട്സ്. അപ്പം ഈ കേസിൽ എനിക്ക് ബെറ്റർ ഹിസ്റ്റോഗ്രാം ആണ്. അപ്പം ഞാനൊരു ഹിസ്റ്റോഗ്രാം പ്ലോട്ട് എടുക്കുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ മാർക്സ് ആണ് വരുന്നത്, വൈ ആക്സിസിൽ ഫ്രീക്വൻസി. അപ്പം 40 to 40, 50ലാണ് മാർക്സ്. അപ്പം 35 to 45 റേഞ്ചിലാണ് പലരും, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 38 to 45 റേഞ്ചിലാണ് കൂടുതൽ ആൾക്കാരും. There are some persons with less than 25 marks and there are very few with 40 greater than 49.